വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷികളായിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനക്കനുസൃതമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് പവിത്രമായ ഒരു കൂടിച്ചേരൽ ഈ സദസ്സ് സാക്ഷിയാവാനിരിക്കുന്നത്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ ഈ സമയം വരെയും അന്യരായിരുന്നവർ അള്ളാഹുവിന്റെ നാമത്തിന്റെയും പരിശുദ്ധ റസൂലിന്റെ കൽപ്പനയുടെയും പിൻബലത്തിൽ പെൺകുട്ടിയുടെ ഉപ്പ വരനോട് ഒരു കരാർ ചെയ്യുകയും തിരിച്ചൊരു കരാർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് നിക്കാഹ് എന്ന ഒരു സംവിധാനം സ്ഥാപിക്കപ്പെടുന്നത്. അതൊരു കുടുംബജീവിതത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും എല്ലാം അടിത്തറയാണ്. മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ഒരു ചടങ്ങായി നടന്നു പോവുക എന്നതിനപ്പുറം നമ്മുടെ വിശ്വാസമനുസരിച്ച്, നമ്മുടെ മതത്തിന്റെ ദർശനമനുസരിച്ച് വളരെയേറെ മഹത്വമുള്ള ആരാധനയാണെന്ന് പറയാവുന്ന ഒരു കർമ്മം കൂടിയാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുണ്ട്. എന്റെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. വിവാഹം കഴിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ തന്റെ ദീനിയായ കാര്യങ്ങളിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ ശക്തി പകരാൻ, അത് കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരാളുടെ കൂടി ബലം ഉണ്ടാക്കുക എന്നതാണ്. തന്റെ ലൈംഗികമായും ശാരീരികമായുമുള്ള താല്പര്യങ്ങളും വികാരങ്ങളും ശമിപ്പിക്കാൻ ഇസ്ലാമികമായ അനുമതി അനുസരിച്ച് ഒരാളെ കൂട്ടിച്ചേർക്കുക എന്നതും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലേക്ക് പുതിയ നല്ല ആളുകളുടെ മെമ്പർഷിപ്പ് കൊടുക്കുക എന്നതുകൂടി, നല്ല മക്കൾക്ക് ജന്മം കൊടുക്കുക എന്നതുകൂടി വിവാഹത്തിലൂടെ ലക്ഷ്യീകരിക്കുന്നുണ്ട്. അതാണ് വിവാഹത്തിന്റെ ലക്ഷ്യം. അതായിരിക്കുകയും വേണം. ആളുകൾക്കിടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശബ്ദകോലാഹലങ്ങളോ പ്രയാസങ്ങളോ സൃഷ്ടിക്കുന്ന ഒരു ചടങ്ങല്ല വിവാഹം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അനുസരിച്ച് മാതൃകാപരമായ വിവാഹങ്ങളാണ് നമ്മുടെ സമുദായത്തിൽ നടക്കേണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പല വിവാഹങ്ങളും നമ്മളുടെ മതത്തിന്റെ സംസ്കൃതികൾക്ക് പുറത്തേക്ക് പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു വിവാഹ പരിപാടിയാകാതെ തികച്ചും ഇസ്ലാമിക ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടുള്ളൊരു നിക്കാഹും അനുബന്ധമായ സംവിധാനങ്ങളുമായി നമ്മുടെ നിക്കാഹിനെ, ഈ വിവാഹത്തെ, ഈ വീട്ടുകാരും വരനും വരന്റെ കൂട്ടുകാരും ബന്ധപ്പെട്ടവരും എല്ലാം ചേർന്ന്, ഒപ്പം വധുവിന്റെ വീട്ടുകാരും ബന്ധപ്പെട്ടവരും എല്ലാം ചേർന്ന് നടത്തണമെന്നാണ് സാന്ദർഭികമായി നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. വിവാഹ ജീവിതം, വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് രണ്ടുപേരുടെ